ആദ്യമായിട്ട് ചെയ്യേണ്ടത് റിലയൻസിൻ്റെ സ്മാർട്ട് സോൺ എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ റിലയൻസ് സ്മാർട്ട് സോൺ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ IMD ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ലിങ്ക് വരും. ഇതിനകത്ത് റിലയൻസ് സ്മാർട്ട് സോൺ എന്നുള്ള ഈ ID ക്ലിക്ക് ചെയ്യുക. വരുന്ന ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൊടുക്കുക. അത് കഴിയുമ്പോൾ ഓണായിട്ട് വരുന്ന പേജ് ഇതായിരിക്കും. ചിലവർക്ക് ഡിഫറൻറ്റ് സ്ക്രീൻ ആയിരിക്കാം, അവരുടെ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് അത് ചേഞ്ച്ഡ് ആവും, അല്ലെങ്കിൽ PC അനുസരിച്ച് വെച്ചിട്ട് ചേഞ്ച്ഡ് ആവും. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമുക്കുള്ളത് റൈറ്റ് സൈഡിൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഉണ്ടാവും. ഇതൊന്നും നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യേണ്ട, ഈ സെൻറ്ററിലുള്ള പോർഷൻസ് ഒന്നും. അത് നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് ഉള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരിക. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പം നമ്മൾ നോക്കുന്നത് മോട്ടോർ ഇൻഷുറൻസ് എങ്ങനെ ചെയ്യണമെന്ന്. അതിനാദ്യം മോട്ടോർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് പ്രൈവറ്റ് കാർ ഉണ്ട്, 2 വീലർ ഉണ്ട്, GCV അതായത് ഗുഡ്സ് ക്യാരിങ് വെഹിക്കിൾസ് ഉണ്ട്, PCV പ്രൈവറ്റ് പബ്ലിക് ക്യാരിങ് വെഹിക്കിൾസ് ഉണ്ട്, പിന്നെ ക്ലാസ് D ടൈപ്പ് വെഹിക്കിൾസ്, ട്രാക്ടർ തുടങ്ങിയ വെഹിക്കിൾസ് ഉണ്ട്. ഒരു സാമ്പിളായിട്ട് ഞാൻ പ്രൈവറ്റ് കാറാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ പ്രൈവറ്റിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള പ്രൈവറ്റ് കാർ പാക്കേജ് ഓൾഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാവും. ഇതാണെങ്കിൽ നോർമലി ഫുൾ കവറും തേർഡ് പാർട്ടിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കവർ മാത്രമായിട്ട് 1 ഇയറിലേക്ക് എടുക്കുന്നതിന്. ഇപ്പോഴത്തെ വണ്ടികൾക്ക് അങ്ങനത്തെ ഒരു സ്കീമുണ്ട്, 1 ഇയർ ഫുൾ കവറും ബാക്കിയുള്ള തേർഡ് പാർട്ടി. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി വരുന്ന വർഷങ്ങളിൽ ഫുൾ കവർ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബണ്ടിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് 3 വർഷത്തേക്കൊക്കെ എടുക്കുന്നത്. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രൈവറ്റ് കാർ പാക്കേജ് ഓൾഡ് വെഹിക്കിൾ ആയിരിക്കും. RGICL എന്ന് പറഞ്ഞാൽ റിലയൻസ് ജനറൽ ഇൻഷുറൻസിൽ തന്നെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ അതിൻ്റെ റിന്യൂവലാണ്. റിന്യൂവൽ ഫ്രം അതർ കമ്പനി എന്നാണെങ്കിൽ മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യൂസ്ഡ് കാർസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസിൻ്റെ കോപ്പി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് മുടങ്ങിയിട്ട് 3 മാസത്തിന് മുകളിൽ ആകുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് കാർസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു ട്രയലാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു വണ്ടി നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക, KL എന്നിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓൾറെഡി ഇൻഷുറൻസ് എപ്പോഴെങ്കിലും റിന്യൂവൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലത്തെ മെസ്സേജ് ആയിരിക്കും വരിക. എന്തായാലും ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എൻ്റർ മോഡൽ ആൻഡ് വേരിയൻറ്റ്. മാരുതിയുടെ ഒരു വണ്ടിയാണിത്. മാരുതി എന്ന് ടൈപ്പ് ചെയ്തു. മാരുതി ഓൾട്ടോ 800 ആണ്, 2013 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇത് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് CC കറക്റ്റായിട്ട് നോക്കുക, RC ബുക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മോഡൽ വേരിയൻറ്റ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ നോക്കിയിട്ട് എൻ്റെ 796 വണ്ടിയുടെ ഒരു ഇൻഷുറൻസ് കോപ്പിയാണ് ഇരിക്കുന്നത്. സോ ഞാനത് സെലക്ട് ചെയ്തു. ലൈസൻസ്ഡ് ക്യാരിങ് കപ്പാസിറ്റി 3, ഇത് നമ്മൾ RC ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിരിക്കും. ഫ്യൂൾ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. വണ്ടി നമ്പർ ഒന്നും കൂടെ എൻ്റർ ചെയ്യാം. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സോൺ ഏത് ഇതിൽ RTO ഓഫീസിലാണ് വന്നേക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയർ സെലക്ട് ചെയ്യുക, 2013. കൺസിഡർ ഇപ്പോൾ ഒക്ടോബർ ആണെന്ന് കൺസിഡർ ചെയ്യുക, ഒക്ടോബർ. പർച്ചേസ് ഡേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 10/10/2019, സോറി 2013.
ഇൻഡിവിജ്വൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിവിജ്വൽ പേഴ്സൺസിന്റെ വണ്ടികളായിരിക്കാം. കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി വണ്ടികൾക്കാണ് കോർപ്പറേറ്റ് വരുന്നത്. IDV നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പോളിസി സ്റ്റാർട്ട് ഡേറ്റ് ഇന്നത്തെ ദിവസമാണ്, അതുകൊണ്ട് ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇതും ഈ കാണുന്ന ഡി താരിഫ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇത് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് നിങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം തന്നെ RC ബുക്ക് അല്ലെങ്കിൽ പഴയ ഇൻഷുറൻസ് കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഇടേണ്ടത്. ഡിസ്കൗണ്ടുകൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു വണ്ടിയുടെ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും ഫ്ലാറ്റ് ആയിട്ട് ഒരു 80% കൊടുക്കാം. അത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ലാസ്റ്റ് ഫൈനലി മെസ്സേജ് വരും, ഇത്രയാണ് മാക്സിമം പെർസെൻറ്റേജ് എന്ന്. അത് പിന്നെ റീഎൻട്രി ചെയ്യാം. സോ അതുകൊണ്ട് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇതെപ്പോഴും പാക്കേജ്ഡ് ആയിരിക്കും. പ്രീവിയസ് പോളിസി ഡേറ്റ് നമ്മളിപ്പോൾ നോർമലി വരുന്ന ആനുവൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പഴയ പോളിസിയുടെ എൻഡ് ഡേറ്റ് നമ്മളിവിടെ എൻട്രി ചെയ്യണം. കലണ്ടർ വെച്ചിട്ട് ചെയ്യാം. സപ്പോസ് ഞാൻ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നവംബർ 5 ഞാൻ കൊടുത്തു. 2013 എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ NCB ക്രൈറ്റീരിയ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രീവിയസ് പോളിസി സ്റ്റാർട്ട് ഡേറ്റ് എൻട്രി ചെയ്യുക. പോളിസി സ്റ്റാർട്ട് ഡേറ്റ് ഈ വർഷം ഇന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ എപ്പോഴാണെന്ന് വെച്ചാൽ എൻട്രി ചെയ്യാം. നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2018 ഒക്ടോബർ 5 കഴിഞ്ഞ വർഷം പോളിസി എടുത്തു. 4 ഇന്നലെ പോളിസി തീർന്നു. സോ NCB ബേസ്ഡ് ആണോ നോക്കുക. ക്ലെയിം ലാസ്റ്റ് വർഷം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക, കസ്റ്റമറോട് ചോദിക്കുക. ഉണ്ടെങ്കിൽ NCB 0 ആയിരിക്കും. അല്ലെങ്കിൽ ഈ പഴയ ഇൻഷുറൻസ് കോപ്പി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് NCB പെർസെൻറ്റേജ് കൊടുക്കുന്നതെന്ന് കാണാം. അത് മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. 0 എങ്കിൽ 0 കൊടുക്കുക. അതിന് 20% ബോണസ് ഈ വർഷം ആൾക്ക് കിട്ടുന്നതാണ്. സോ അത്രയും പ്രീമിയം കുറയും. സോ ഇനി ഗെറ്റ് കവറേജ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓൾറെഡി നമുക്ക് ഇത് പ്രീമിയം വന്നിട്ടുണ്ടാവും. ബേസിക് OD എന്ന് പറയുന്നത് ഫുൾ കവർ ആയിരിക്കും. ബേസിക് ലയബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആയിരിക്കും. TPPD ഫിക്സഡ് ആണ്. ഇത് പേഴ്സണൽ ആക്സിഡന്റ് ഓൺ ഡ്രൈവർ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിലനിർത്താം. കാര്യം ഇതിന് 375 രൂപ ഈടാക്കുന്നുണ്ട്. മറ്റ് കമ്പനികളിൽ ഇത് ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും രൂപയുടെ പ്രീമിയത്തിനകത്ത് വ്യത്യാസം വരും. സോ കസ്റ്റമറോട് നിർബന്ധമായിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ടുള്ള പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാം. ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് പേജിൽ കാണിക്കുന്നതാണ്. അതിന് കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കുക. സോ നമുക്ക് പ്രീമിയം ഡീറ്റെയിൽസ് വന്നിട്ട് 5734 ഇൻക്ലൂഡിങ് GST ടാക്സ് സഹിതം 6442. സോ പ്രീമിയം സമ്മറി വേണം നോക്കാം. എത്ര വണ്ടിയുടെ സബ്മിഷോട് എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം. അതിനുള്ള പ്രീമിയം നോക്കാം. ഇതാണ് തേർഡ് പാർട്ടി എമൗണ്ട്. പിന്നെ 15 ലക്ഷം രൂപ TP കവർ ഉണ്ട്. അതിന് 375 രൂപയുണ്ട്. പിന്നെ NCBയുടെ ബോണസ് എമൗണ്ട് കുറച്ചിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടൽ പ്രീമിയം എമൗണ്ട് വരുന്നത്. കണ്ടിന്യൂ ടു ബൈ ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്ക് സ്വല്പം സ്ലോ ആണ്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. സോ അടുത്ത പേജിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത് കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് ഈ റെഡ് സ്റ്റാർ മാർക്ക് ഇട്ടത് മാത്രം ഫില്ല് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് ഫില്ല് ചെയ്ത് വിട്ടാൽ മതി. അത് മാൻഡേറ്ററി കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് 18 ഏജ് കഴിഞ്ഞോ എന്നോ ഇല്ലെന്നൊരു വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഫില്ല് ചെയ്ത് വിടാം. ഓക്യുപ്പേഷൻ സെലക്ട് ചെയ്യുക.
പിന്നെ അതിനകത്ത് ആദ്യം ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അഡ്രസ്സ് കറക്റ്റ് ഫ്ലോർ നമ്പർ അത് വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ആസ് പെർ ദി അഡ്രസ് പ്രൂഫ് വരുന്നത് അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പിൻ കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ അഡ്രസ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്യും. കസ്റ്റമറുടെ മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുക. മെയിൽ ID കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി കോപ്പി അവരുടെ മെയിലിലേക്ക് പോകുന്നതായിരിക്കും. സെയിം അഡ്രസ് തന്നെയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, വാലിഡേറ്റ് കൊടുക്കുക. ഞാൻ മൊബൈൽ നമ്പർ എൻട്രി ചെയ്തേക്കുന്നത് ഓൾറെഡി ഇതിനകത്ത് എൻ്റെ നമ്പർ എൻട്രി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ താഴെ റെഡ് മാർക്കിങ്ങിൽ കാണിക്കും. ഓൾറെഡി വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാവും. നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട രണ്ട് ഭാഗങ്ങളാണ് എൻജിൻ നമ്പറും ചേസിസ് നമ്പറും. ഇതൊരിക്കലും തെറ്റാതെ കറക്റ്റായിട്ട് RC ബുക്കിൽ കോപ്പി നോക്കിയിട്ട് ചെയ്യുക. പ്രീവിയസ് ഇൻഷുറൻസ് കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കാര്യം. എന്തെങ്കിലും റോങ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലെയിം വരുന്ന സമയത്ത് ക്ലെയിം റിജക്ഷന് ചാൻസസ് കൂടുതലാണ്. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഒരെണ്ണം എൻട്രി ആണ്. ചേസിസ് നമ്പർ കൊടുക്കുക. ഓൾറെഡി ID വന്നിട്ടുണ്ടാവും. പഴയ പ്രീവിയസ് പോളിസി നമ്പർ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? അതിനെപ്പോഴും ബെറ്റർ പ്രീവിയസ് പോളിസി കോപ്പി സെലക്ട് ചെയ്യുക. ഹൈപ്പോത്തിക്കേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടി ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ക്ലിയർ ആയിട്ട് മീൻസ് ഫിനാൻസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ RC ബുക്കിനകത്ത് ഉണ്ടാവും. അതനുസരിച്ച് ഫിനാൻഷ്യൽ ടൈപ്പും ഫിനാൻഷ്യലിന്റെ നെയിമും ടൈപ്പ് ചെയ്യാം. ഇവിടെ പഴയ ഇൻഷുറൻസിന്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൂടെ എൻട്രി ചെയ്യാനുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ അഡ്രസ്സ് സെയിം തന്നെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഡീറ്റെയിൽ നമ്മൾ ഫിൽ ചെയ്യാൻ വിട്ടുപോയി. കാൽക്കുലേറ്റ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അത് വന്നത്. നോമിനി ഡീറ്റെയിൽസ്, പേഴ്സണൽ ആക്സിഡന്റ് കവർ കൊടുക്കുമ്പോൾ നോമിനി ഡീറ്റെയിൽസ് അവിടെ ഫിൽ ചെയ്യണമായിരുന്നു. നമ്മളവിടെ വിട്ടുപോയിട്ടുണ്ടാവും. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ കാര്യം 15 ലക്ഷം രൂപ ആൾക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ലയബിലിറ്റി സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺസേൺഡ് വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും.
വൺസ് നോട്ട് കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കുക. ഓക്കെ, ഇത് നോർമലി വരുന്നത് വണ്ടിയുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ പ്രീവിയസ് പോളിസി ഡേറ്റ് ഇന്നലെ ആയിരുന്നല്ലോ, അപ്പോൾ ഇന്നാണ് നമ്മൾ പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി വണ്ടി ഇൻസ്പെക്ട് ചെയ്യാണ്ട് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. ഇൻസ്പെക്ഷൻ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ ഫോട്ടോസ് ക്ലിയർ ആയിട്ട് എടുത്തിട്ട് സുരാജിനോ അല്ലെങ്കിൽ എനിക്കോ വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്പെക്ഷൻ, അത് വണ്ടിയുടെ വെരിഫിക്കേഷൻ നമ്മൾ ഫോട്ടോസ് നോക്കി ചെക്ക് ചെയ്തിട്ട് അപ്രൂവൽ വരും. അതിനുശേഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് അടയ്ക്കുക ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഞാനിത് തിരുത്താൻ പോയിട്ടുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ആദ്യം തൊട്ട് ഒന്നും കൂടെ ചെയ്യണം. ഇത്രയാണ് ബേസിക് ഉള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് പ്രീമിയം കഴിഞ്ഞിട്ട് താഴെ തന്നെ കണ്ടിന്യൂറ്റി ബൈ എന്ന് വരും. ബൈ അടിക്കുക, പേയ്മെന്റ് ഏത് സ്ട്രക്ചർ ആണെന്നുള്ളത്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഏതാണ് ക്ലിക്ക് ചെയ്യുക, കാർഡിന്റെ ഡീറ്റെയിൽസ് അടിക്കുക, പേയ്മെന്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനായിട്ട്. 1 or 2 തവണ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാം.